ജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2016 ഒരു കണക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം 6800 അല്ലെ 7000-അടുത്ത് ഭൂരിപക്ഷത്തിന് ജയിച്ചയാൾ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പായപ്പോൾ 17,000-നാണ് ജയിക്കുന്നത്. രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച തോതിൽ അദ്ദേഹത്തിന് ജനപിന്തുണ കൂടുന്നുണ്ട്. ഇപ്പോൾ അന്നത്തെ ഒരു കണക്ക് നോക്കിയാൽ 1,84,868 വോട്ടാണ് ഉണ്ടായിരുന്നത്. 76.9 അല്ലെങ്കിൽ 77% പോളിംഗ് രേഖപ്പെടുത്തിയത്. അതനുസരിച്ച് ആ പോൾ ചെയ്യപ്പെട്ട വോട്ടുകളിൽ നിന്ന് കെ.ടി. ജലീലിന് എന്ന ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് ഏതാണ്ട് 48% വോട്ട് കിട്ടി. 47.97% വോട്ട് കെ.ടി. ജലീൽ നേടി. അതാണ് ആ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. വലിയ ഭൂരിപക്ഷം 17,064 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചു. അന്നത്തെ ഒരു പ്രത്യേകത KPCCയുടെ സെക്രട്ടറി ആയിരുന്ന ഇഫ്തിഖാറുദ്ദീൻ മാസ്റ്ററാണ് അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹം 51,115 വോട്ട് പിടിച്ചു. BJPയുടെ പിന്നീട് ജില്ലാ പ്രസിഡന്റായി വന്ന രവി തേലത്താണ്, അന്നത്തെ ജില്ലാ പ്രസിഡന്റായിരുന്ന രവി തേലത്താണ് അവിടെ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. ഒട്ടും നല്ല പ്രകടനം നടത്താൻ അവർക്ക് സാധിച്ചില്ല. കേവലം 15,801 വോട്ട് മാത്രമാണ് അവർക്ക് അന്ന് നേടാൻ സാധിച്ചത്. അതാണ് ആ മണ്ഡലത്തിലെ 2016 ചിത്രം. 5 കൊല്ലം കഴിഞ്ഞ് 2021 വരുമ്പോൾ ഇതേ കെ.ടി. ജലീൽ മത്സരിക്കുന്നു. എതിർ സ്ഥാനാർത്ഥികൾക്ക് മാത്രമേ മാറ്റം ഉണ്ടായുള്ളൂ. പക്ഷേ വന്ന പ്രധാനപ്പെട്ട ഒരു മാറ്റം, ഒന്നാമത്തെ മാറ്റം ഈ 2016 നിന്ന് 2021 വരുമ്പോൾ വോട്ടർമാരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിരുന്നു. 17,000 വോട്ടിന്റെ വർധനവുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ 2,01,183 വോട്ടുകൾ ഉണ്ടായി. പോളിംഗ് ശതമാനം 1% കുറഞ്ഞു. 76.9 നിന്ന് 75.3 1.5% കുറഞ്ഞു. 2% കുറവാണ് ഉണ്ടായത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.